ഹലോ സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ നെക്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിലെ ചാപ്റ്റർ 8 ആണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ നെക്ലേസുമായിട്ട് ചുറ്റിപ്പറ്റി എടുക്കുന്ന ഒരു കഥയാണ് ഇവിടെ വരുന്നത്. ഇത് വലിയൊരു കഥയാണ്, പക്ഷേ ഇതിൻ്റെ സമ്മറിയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്ന കഥയിൽ വരുന്നത്. ഈ ഒരു കഥ റിട്ടൺ ചെയ്തിരിക്കുന്നത് ഗൈഡി മൗപ്പസൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥ തന്നെയാണ് ദ നെക്ലേസ്. അപ്പം ഇതിൽ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നില്ലേ, ഇതിൽ വരുന്നത് മതിൽഡേ എന്ന് പറയുന്ന ഒരു യങ് ആൻഡ് പ്രിറ്റി ഗേളാണ്. അപ്പം മതിൽഡേ, യങ് ആൻഡ് പ്രിറ്റി ഗേൾ, വാസ് ബോൺ ഇൻ എ ഫാമിലി ഓഫ് ക്ലർക്സ്. അപ്പോൾ എന്താണ് നമ്മുടെ കഥാനായികയുടെ പേര് വരുന്നത്? മതിൽഡേ എന്നാണ്. ഇതൊരു ഫ്രണ്ട്സ് സ്റ്റോറിയാണ് വരുന്നത്. അപ്പം ഈ ഒരു മതിൽഡേ ആള് യുവതിയാണ്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. യങ് ആൻഡ് പ്രിറ്റി ഗേൾ ആൻഡ് വാസ് ബോൺ ഇൻ എ ഫാമിലി ഓഫ് ക്ലർക്സ്. ഫാമിലി ഓഫ് ക്ലർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ കറൻലി കൺസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫാമിലി കൺസിസ്റ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കേഴ്സ്, സ്ക്രൈബേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫാമിലിനെയാണ് ഫാമിലി ഓഫ് ക്ലർക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഷീ കണ്ടിന്യൂസ്ലി ബിമോണ്ട് ബീയിങ് ബോൺ ഇൻ ടു എ ഫാമിലി വിത്ത് ലിമിറ്റഡ് മീൻസ്. അപ്പം ഇവിടെ ബിമോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിമോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപിക്കുക, വിലപിച്ചു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു ഫാമിലി ഓഫ് ക്ലർക്കിൽ, അതായത് ഈ ഒരു കുടുംബത്തിൽ വളർന്നു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ മതിൽഡേക്ക് വലിയ തോതിലുള്ള സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വരുന്നത്. വലിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പാരമ്പര്യ സ്വത്തോ കാര്യങ്ങളുള്ള കുടുംബാംഗമല്ല നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഷീ ഈസ് കണ്ടിന്യൂസ്ലി ബിമോണ്ട് ബീങ് ബോൺ ഇൻ ടു എ ഫാമിലി വിത്ത് ലിമിറ്റഡ് മീൻസ് അല്ലേ. ചെറിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാമിലിയിൽ ജീവിച്ചതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിലപിച്ചിട്ടുണ്ടായിരുന്നു. Being poor, she could not marry a rich and a distinguished man and had to marry a pretty clerk working in the Ministry of Public Instruction. അപ്പോൾ അവൾ സുന്ദരിയാണ്, പക്ഷേ എന്താണ്? പൂവറാണ് അല്ലേ. പൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു മിഡിൽ ക്ലാസ് യുവതിയാണ് വരുന്നത്. Being poor, she could not marry a rich and distinguished man. അപ്പം എന്താണ്? അവർ പാവപ്പെട്ടതായതുകൊണ്ട് തന്നെ, കൂടാതെ റിച്ച് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശിഷ്ട വ്യക്തി അല്ലേ. അത്രയ്ക്കും ഈ ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് വലിയ ഹൈ ലെവലിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കേണ്ടതായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളും ഇതേ ഒരു സ്ഥിതിയിലേക്കാണ്. ബീങ് പൂവർ അല്ലേ, പാവപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ ഇവരെന്താണ് ഒരു ക്ലർക്ക് വർക്ക് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഹർ ഹസ്ബൻഡ് കുഡ് അഫോർഡ് ടു പ്രൊവൈഡ് ഹർ ഓൺലി വിത്ത് എ മോഡസ്റ്റ് തോ നോട്ട് അൺകംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എന്താണ്? അവളുടെ ഹസ്ബൻഡിന് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള എളിമയുള്ള അല്ലേ, മോഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളിമയുള്ള അല്ലെങ്കിൽ നോർമൽ ലെവലിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ റിച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള ആഡംബരപൂർവ്വമായിട്ടുള്ളൊരു ലൈഫിലേക്ക് എത്തിക്കാനൊന്നും കഴിയില്ല. കാരണം അയാൾ എന്താണ്? ഒരു സിമ്പിൾ പ്രിറ്റി ക്ലർക്കാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. And she was unhappy and angry at not being able to lead a life of luxury and suffered incessantly as she felt her beauty entitled her to a higher status. അപ്പോൾ എന്താണ്? ശരിക്കും ഈ ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ചതുകൊണ്ട് തന്നെ ഇവളെന്താണ്? ഒരു അൺഹാപ്പിയാണ് അല്ലേ, സന്തോഷവതി ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഒരു ടൈമിൽ ദേഷ്യം കൂടുതലായിട്ട് ആംഗ്രി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? കാരണം ഒരു ആഡംബരപൂർവ്വമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സഫേർഡ് ഇൻസെസൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതടവില്ലാതെ എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇൻസെസൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതടവില്ലാതെ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ
ബ്യൂട്ടി അല്ലേ, അവളെന്താണ് നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം ഒരു ഹയർ സ്റ്റാറ്റസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾ വിചാരിക്കുന്ന ഒരു ഹയർ സ്റ്റാറ്റസ് തന്നെ അവൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവൾക്കതിന് കഴിഞ്ഞില്ല. കാരണം എന്താണ്, ഒരു മോഡസ്റ്റ് ഫാമിലി അല്ലെങ്കിൽ ഒരു പുവർ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് തന്നെ. Matilda felt she was so beautiful that she was born for a delicacies and luxuries for a life of elegance. അപ്പോൾ എന്താണ്, ഈ ഒരു മതിൽഡേക്ക് അവളുടെ ബ്യൂട്ടിയിൽ, സൗന്ദര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിക്കസീസ് എന്ന് വെച്ചാൽ പലഹാരങ്ങളൊക്കെയാണ്. ലക്ഷറീസ് അറിയാലോ, അതായത് ആഡംബരപൂർവമായിട്ടുള്ള ഒരു ലൈഫ്, ഫെലഗൻ ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവളുടെ സൗന്ദര്യം കൊണ്ടെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ സഫേർഡ് ഫ്രം ദ പോവേർട്ടി ഓഫ് ഹർ അപ്പാർട്ട്മെൻറ്റ്, ദ ഷാബി വാൾസ് ആൻഡ് ദ വോൺ ചെയർസ്. അപ്പം ബ്യൂട്ടി കൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ, ആൾ ജനിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു. അപ്പോൾ അവൾ എന്താണ് സഫർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുക. ദ പോവേർട്ടി ഓഫ് ഹർ അപ്പാർട്ട്മെൻറ്റ് അല്ലേ, അവൾ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ എന്താണ് ദാരിദ്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഷാബി വാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചീഞ്ഞ ഒരു മാതിരി പെട്ടെന്ന് കൂടുതൽ വിള്ളലുകളൊക്കെ വീണ, വോൾ എന്ന് വെച്ചാൽ ചുമരുകളാണ് അല്ലേ, അത്തരത്തിലുള്ള ചുമരുകളോ അല്ലെങ്കിൽ വോൺ ചെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലുക്ക് ലൈക്ക് നമുക്ക് പണ്ടത്തെ അല്ലേ കുറേ നാളായിട്ട് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെയർ എങ്ങനെയാണ് അപ്പാടെ ജീർണിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ചെയേഴ്സൊക്കെയാണ് ഉള്ളത്. ആൻഡ് ഷീ വാസ് ഡിസ്സാറ്റിസ്ഫൈഡ് ആൻഡ് ഡിസ്കണ്ടൻറ്റഡ്. അപ്പോൾ എന്താണ്, ഇവൾക്ക് ഡിസ്സാറ്റിസ്ഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസംതൃപ്തി ഉണ്ടായിരുന്നു. കൂടാതെ ഡിസ്കണ്ടൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എന്താണ്, അസംതൃപ്തി തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇവൾ ബീങ് പൂവർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ വല്ല അസംതൃപ്തി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. And her husband expressed his pleasure at the small, modest supper she prepared for him. പക്ഷേ അവളുടെ ഹസ്ബൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. ഇത്രയും ആ ഒരു ഹസ്ബൻഡ് അവളെ എന്ത് ചെറിയൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലോ അതിൽ പ്ലഷറായിരുന്നു അല്ലേ, അതിൽ സംതൃപ്തിപ്പെടുമായിരുന്നു. അവരുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവനതിൽ ഹാപ്പി ആയിരുന്നു. ദാറ്റ് ഈസ് മോഡസ്റ്റ് സപ്പർ ഷീ പ്രിപ്പയർഡ് ഫോർ ഹിം. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. But she dreamed of an elaborate feast served on fancy china and eaten in the company of wealthy friends. പക്ഷേ അവൾ എന്താണ് എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഓഫ് ആൻ എലാബറേറ്റ് ഫീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എലാബറേറ്റ് എന്ന് സമ്പന്നമായിട്ടുള്ള വിരുന്ന്. ഫീസ്റ്റ് എന്ന് വെച്ചാൽ വിരുന്ന് എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ എലാബറേറ്റ് ഫീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പന്നമായിട്ടുള്ള വിരുന്ന് എന്നാണ് അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള വിരുന്നെന്ന് പറയും. Served on fancy china and eaten in the company of wealthy friends. അപ്പോൾ എന്താണ് അവൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ഒരു വിരുന്ന്. അതെവിടെ വെച്ചിട്ടാണ്, ചൈനയിലല്ലേ. ആൻഡ് അവിടെ ആ ഒരു വിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ്, സമ്പന്നരായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഷി വോണ്ടഡ് ടു ബി ഇൻവീഡ് ആൻഡ് സോട്ട് ആഫ്റ്റർ ബട്ട് ഷീ ഹാഡ് നോ ഗൗൺസ്, ജ്വൽസ് ഓർ അതർ മെറ്റീരിയൽ പൊസിഷൻസ്. അപ്പം എന്താണ്, ഷി വോണ്ടഡ് ടു ബി എൻവീഡ് ആൻഡ് സോട്ട് ആഫ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അവൾ എന്താണ്, മറ്റുള്ളവരാൽ അസൂയപ്പെടാനും അന്വേഷിക്കപ്പെടാനും ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് എൻവീഡ് ആൻഡ് സോട്ട് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഷീ വോണ്ടഡ് ടു ബി എൻവീഡ് ആൻഡ് സോട്ട് ആഫ്റ്റർ. എൻവീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയപ്പെടുക എന്നാണ് അർത്ഥം വരുന്നത്. സോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അന്വേഷിക്കുക. അപ്പോൾ എന്താണ്, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാനും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ ഹാഡ് നോ ഗൗൺസ്, ജ്വൽസ് ഓർ അതർ മെറ്റീരിയൽ പൊസിഷൻസ്. പക്ഷെ അവൾക്ക് എന്നിരുന്നാലും എന്താണ്, പറഞ്ഞിരിക്കുന്ന സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലൊരു നല്ലൊരു ഗൗണോ അല്ലെങ്കിൽ ജ്വല്ലറീസ് എന്തെങ്കിലുമോ അതോ ഇല്ല. പിന്നെ കൂടാതെ വേറെ സമ്പന്നത കാണിക്കുന്ന മെറ്റീരിയൽ പൊസിഷൻസോ കാര്യങ്ങളോ അതോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
വിത്തൗട്ട് ദം ഷീ ഫെൽറ്റ് അൺഡിസൈറബിൾ. അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇല്ലേ, ഇതൊന്നും തന്നെ ഇവളുടെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തോ ഒരു അനഭിലഷണീയമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. And she had one wealthy friend, Madame Frostier, but Matilda refused to visit her because of the heartbreak it brought her when she came home. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പക്ഷേ ഇവൾക്ക് പരിചയത്തിലുള്ളൊരു ഫ്രണ്ട് ഉണ്ട് അല്ലേ, ആളുടെ പേരെന്താ വരുന്നത്? മാഡം ഫ്രോസ്റ്റർ എന്നാണ്. അപ്പം ഈ ഒരു മാഡം ഫ്രോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അടുത്ത കൂട്ടുകാരിയാണ്, വെൽത്തി, അതായത് റിച്ച് ആണ് അല്ലേ. പക്ഷേ മതിലിൻ്റെ ആളെ കാണാൻ പോകാൻ നിരസിക്കാറുണ്ട്. റെഫ്യൂസ് ടു വിസിറ്റ് ഹെർന്ന്. അതെന്താണ് റെഫ്യൂസ് ടു വിസിറ്റ് ഹെർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആളെ കാണാൻ വിസമ്മതിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ആള് ഈ ഒരു മാഡം ഫ്രോസ്റ്റിയർ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് എന്താണ്, ഭയങ്കര റിച്ചാണ് അല്ലേ. അപ്പം അവളുടെ ആ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇവൾ കാണും. കാരണം എന്തായാലും അവളുടെ ആ ഒരു അകത്തളങ്ങൾ വീടിൻ്റെ ഉള്ളിലും പിന്നെ അവർ കൈവശം വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള എന്താണ് ഗൗൺസ് ആണെങ്കിലും ജ്വല്ലറീസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ശരിക്കും ഇതൊന്നും ഇല്ലാത്ത ഇവളുടെ ഹാർട്ടിനെ അത് ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് മാഡം ഫ്രോസ്റ്റിയറിനെ കാണാൻ മതിൽഡ പോയിട്ടുണ്ടായിരുന്നില്ല. One day, Mr. Loisel got an invitation from the Minister of Public Instruction to a formal party with spouse at their residence. അപ്പോൾ എന്താണ്, ഒരു ദിവസം മിസ്റ്റർ ലോയിസൽ, ഇവിടെ മിസ്റ്റർ ലോയിസലിനെ ഫസ്റ്റ് ഇപ്പം നിങ്ങൾ കേൾക്കാണ്. മിസ്റ്റർ ലോയിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മതിൽഡേൻ്റെ ഹസ്ബൻഡ് അല്ലേ, ഹസ്ബൻഡിൻ്റെ നെയിമാണ് വരുന്നത് മിസ്റ്റർ ലോയിസൽ. അപ്പം ഈ ഒരു മതിൽഡേൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ലോയിസലിന് അയാൾ വർക്ക് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിൽ നിന്ന് ഒരു പാർട്ടി കിട്ടുകയാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് അയാളെ. ആരുടെ കൂടെയാണ്? വൈഫിനെയും സ്പൗസിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു പാർട്ടിയാണത്. അത് അവർ ഏർപ്പാടാക്കുന്ന ഒരു റെസിഡൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഹി വാസ് പ്രൗഡ് ഓഫ് ഹാവിങ് ബീൻ സിലക്റ്റഡ് ഫോർ ദ ഓണർ. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ ഈ ഒരു മിസ്റ്റർ ലോയിസിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും വലിയൊരു പാർട്ടിയിലേക്ക് തന്നെയും കൂടെ ക്ഷണിച്ചതിൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സന്തോഷവാനാണ്. ഹി ഹോപ്ഡ് ദാറ്റ് മതിൽഡേ വുഡ് ബി ത്രിൽഡ് വിത്ത് ദ ചാൻസ് ടു അറ്റൻഡ് ആൻ ഇവൻറ്റ് ഓഫ് സോർട്ട്. അപ്പോൾ എന്താണ്, അദ്ദേഹം വിചാരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ത്രില്ഡാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പം ഭാര്യയായിട്ടുള്ള മതിൽഡയും സന്തോഷിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഈ ഒരു പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നതിൽ അവളും അതിയായിട്ടുള്ള സന്തോഷം കൈവരിക്കുന്നതാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് മച്ച് ടു ഹിസ് സർപ്രൈസ് ഷി വാസ് ഇൻ ഡെസ്പെയർ ആൻഡ് ബിഗാൻ ടു ക്രൈ. അപ്പോൾ എന്താണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിചാരത്തിന് അതീതമായിട്ട് അവനെ ശരിക്കും സർപ്രൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ്, ശരിക്കും ഈ ഒരു ന്യൂസ് കിട്ടിയപ്പം ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡെസ്പെയർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിരാശവതിയാവുക എന്നാണ് കേട്ടോ. നിരാശ എന്നാണ് ഡെസ്പെയറിൻ്റെ മീനിങ് വരുന്നത്. ആൻഡ് ബിഗാൻ ടു ക്രൈ, നിരാശയും കൂടാതെ ബിഗാൻ ടു ക്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കരയാനും തുടങ്ങുകയാണ്. Through her tears, she told him that she had nothing to wear to the party and that he ought to give the invitation to one of his friends whose wife could afford better clothing. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവൾ എന്താ പറയുന്നത്, കാരണം നമ്മുടെ മതിലിൽ ഇപ്പം ഈ ഒരു ഇൻവിറ്റേഷൻ്റെ കാര്യം അറിഞ്ഞതിൽ തുടങ്ങി കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവളുടെ ഹസ്ബൻഡിനോട് പറയുകയാണ്, കാരണം എനിക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നല്ലൊരു ഡ്രസ്സായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന്, ആ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഹി ഓട്ട് ടു ഗിവ് ദ ഇൻവിറ്റേഷൻ. ഓട്ട് ടു ഗിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പം മതിൽഡേൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ മിസ്റ്റർ ലോയിസലിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇൻവിറ്റേഷൻ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ഫ്രണ്ടിനേക്ക് കൊടുത്തേക്കു. കാരണം അതിലേക്ക് ഇവിടെ ഈ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ആൻഡ്
one of his friends whose wife could afford better clothing. ഓക്കെ, അപ്പം അങ്ങനെയായിട്ട് മിസ്റ്റർ ലോയിസലിനോട് നമ്മുടെ ഈ ഒരു മതിലിനെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്സെറ്റ് ഹർ ബൈ ഹർ റിയാക്ഷൻ. അപ്സെറ്റ് ബൈ ഹർ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പ്രതികരണത്തിൽ അസ്വസ്ഥനാവുകയാണ് നമ്മുടെ ഈ ഒരു മിസ്റ്റർ ലോയിസൽ ഇവിടെ. മദൽഡേസ് ഹസ്ബൻഡ് ആസ്ക്ഡ് ഹർ ഹൗ മച്ച് എ സ്യൂട്ടബിൾ ഡ്രസ് വുഡ് കോസ്റ്റ്. അപ്പം ഇവിടെ മദൽഡേൻ്റെ ഹസ്ബൻഡ് എന്താ പറയുന്നത്, ശരിക്കും ഒരു നല്ലൊരു ഡ്രസ്സ് നിനക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പൈസ ആവുമെന്ന് അവളോടായിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾക്കിതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓണറാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷനാണിത് കിട്ടുന്നത്. അപ്പം അയാളെ ആ ഒരു ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവളുടെ വൈഫും കൂടെ ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അപ്പം വൈഫിൻ്റെ ആഗ്രഹത്തിന് സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ ആവുമെന്ന് അവളോട് ചോദിക്കുകയാണ്. ഷീ തോട്ട് കെയർഫുള്ളി അബൌട്ട് ഇറ്റ് ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് 400 francs വുഡ് ബി ഇനഫ് എന്ന്. അപ്പോൾ അവളെന്താണ്, അവൾ അതിൻ്റെയായിട്ട് ചിന്തിച്ചിട്ട് അവൾ പറഞ്ഞ ഒരു 400 francs മതിയാകുന്നു. ആൻഡ് ഹർ ഹസ്ബൻഡ്, though he hesitated at the sum, agreed to give her the money that he had set aside to buy a gun and treat himself to a little shooting next summer on the plain of Nanatre. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു ലൈൻസിലായിട്ട് പറയുന്നത്, her husband, though he hesitated at the sum, hesitated at the sum എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു തുക നൽകാൻ മടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, അവസാനം അദ്ദേഹം എഗ്രി ചെയ്യാണ് ആ ഒരു 400 francs തരാൻ മതിലിലേക്കെന്ന്. കാരണം അദ്ദേഹം അത് എടുത്തു വെച്ച പൈസയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു തോക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സമ്മർ വരുമ്പോൾ അതിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗണ്ണ് വാങ്ങിക്കാൻ വേണ്ടി വെച്ച പൈസയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഭാര്യയെ ലവ് ചെയ്യുന്ന ഒരു ഭർത്താവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണം ഉള്ള ഒരു ഭർത്താവ് ആയതുകൊണ്ട് തന്നെ അയാൾ അതിന് സമ്മതിക്കുകയാണ്. 400 francs തരാം, നീ പോയിട്ട് ക്ലോത്ത് വാങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. with his friends. As the day of the party approached, Madhulde started to behave oddly. അപ്പം എന്താണ്, ഇനിയിപ്പം ആ ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ കൊടുത്തു, ഇനി ആ ഒരു പാർട്ടി ഇന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പാർട്ടി അപ്രോച്ച് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ മതിലിൻ്റെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ബിഹേവ് ഓർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിചിത്രമായിട്ട് പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഷീ നൗ സെഡ് ഷീ ഹാഡ് നോ ജ്വല്ലറി ടു വിയർ ടു ദി പാർട്ടി. അപ്പോൾ എന്താണ് ഇവിടെ വിചിത്രമായിട്ട് പെരുമാറാൻ ശ്രമിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ എന്താണ് 400 francs അവൾ ചോദിച്ചതുപോലെ തന്നെ കൊടുത്തു. ഇപ്പോൾ അവൾ ആ ഒരു ടൈമിൽ, പാർട്ടീൻ്റെ ടൈമിൽ പറയുകയാണ്, അല്ലെങ്കിൽ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പറയുകയാണ്, എനിക്കിടാൻ വേണ്ടിയിട്ടുള്ള ജ്വല്ലറി ആഭരണങ്ങളൊന്നും തന്നെയില്ല എന്ന്. ഷീ നൗ സെഡ് ഷീ ഹാഡ് നോ ജ്വല്ലറി ടു വിയർ ടു ദി പാർട്ടി. മോൺഷർ ലോയിസൽ. അപ്പം നമ്മുടെ ലോയിസലിൻ്റെ ശരിക്കുള്ള പേര് എന്താണ്, മോൺഷർ ലോയിസൽ എന്നാണ്. സജസ്റ്റഡ് ഹർ ടു വിയർ ഫ്ലവേഴ്സ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ആഭരണം ഇല്ലെങ്കിൽ എന്താ, നിനക്ക് കുറച്ച് പൂക്കൾ എടുത്തിട്ട് ധരിച്ചുകൂടെയാണ്. ദാറ്റ് ഈസ് സജസ്റ്റഡ് ഹർ ടു വിയർ ഫ്ലവേഴ്സ് ബട്ട് ഷീ റെഫ്യൂസ്ഡ്. പക്ഷെ അവളത് നിരസിച്ചു. ഹി ഇംപ്ലോർഡ് ഹർ ടു വിസിറ്റ് മാഡം ഫ്രോസ്റ്റിയർ ആൻഡ് ബോറോ സംതിങ് ഫ്രം ഹർ. അപ്പോൾ എന്താണ്, അവനോടായിട്ട് അവൻ പറയാണ്, ഹി ഇംപ്ലോർഡ് ഹർ ടു വിസിറ്റ് മാഡം ഫ്രോസ്റ്റിയർ. അപ്പം അദ്ദേഹം ഈ ഒരു മിസ്റ്റർ ലോയിസിൽ പറയാണ് നമ്മുടെ മതിലിൻ്റെനോട്, നീ എന്തായാലും നിൻ്റെ അടുത്ത ഫ്രണ്ടായിട്ടുള്ള ആ ഒരു മാഡം ഫ്രോസ്റ്റിയറിനെ പോയിട്ടൊന്ന് സന്ദർശിച്ച് നോക്കൂ. സംതിങ് നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജ്വല്ലറി കുറച്ച് നേരത്തേക്ക് കടമായിട്ട് തരുമെന്ന് ചോദിച്ചു നോക്കുമെന്ന്. And Madam Frostier showed Madhulde her jewels and promised to lend Madhulde whatever she wanted. അപ്പോൾ എന്താണ്, അങ്ങനെ അവസാനം ഈ ഒരു മതിലിൻ്റെ മാഡം ഫ്രോസ്റ്റിയറിൻ്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് അവൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ജ്വൽസ് കാര്യങ്ങൾ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയാണ്. അവൾക്ക് എന്താണോ വേണ്ടത് അത് എടുത്തോളാൻ മാഡം ഫ്രോസ്റ്റിയർ അനുവാദം കൊടുക്കുകയാണ്.
Mathilde selected a diamond necklace and was overcome with gratitude at Madam Foster's generosity. അപ്പോൾ എന്താണ്, അപ്പം കുറച്ച് ജ്വൽസൊക്കെ ഈ ഒരു മാഡം ഫ്രോസ്റ്റർ മതിലിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ഡയമണ്ട് നെക്ലേസ് ആണ് നമ്മുടെ ഈ ഒരു മതിലിടെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ആ ഈ ഒരു ജനറോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഫ്രോസ്റ്റേഴ്സ് ജനറോസിറ്റിയിൽ മാഡം ഫ്രോസ്റ്ററിൻ്റെ ആ ഒരു ഔദ്ധാര മനസ്കതയെ എന്താണ് മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അല്ലെങ്കിൽ അതിന് അവൾ ഒരു താങ്ക്സ് പറയുന്നതാണ്. മതിലിടെ സെലക്റ്റഡ് എ ഡയമണ്ട് നെക്ലേസ് ആൻഡ് വാസ് ഓവർകം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അറ്റ് മാഡം ഫ്രോസ്റ്റേഴ്സ് ജനറോസിറ്റി അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് മതിലിടെ വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂമൺ അറ്റ് ദി പാർട്ടി. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ മതിലിടെ ഗൗണും പിന്നെ ഈ ഒരു മാഡം ഫ്രോസ്റ്ററിൻ്റെ കൂടെ എടുത്തു നിന്നുമായിട്ടുള്ള ജ്വൽസ് ഇട്ടിട്ട് ഡയമണ്ട് നെക്ലേസ് ഇട്ടിട്ട് ആ ഒരു പാർട്ടിക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്, അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ എല്ലാ വിമനേക്കാളും ഏറ്റവും ഒരുപടി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു മതിൽഡയാണ്. ആൻഡ് എവറി വൺ നോട്ടീസ്ഡ് ഹർ. അപ്പോൾ എന്താണ്, ആ ഒരു സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും അവളെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ഇൻടോക്സിക്കേറ്റഡ് ബൈ ദ അറ്റൻഷൻ ഷീ റിസീവ്ഡ്. ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മത്ത് പിടിപ്പിക്കുക അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കുക എന്ന് പറയില്ലേ, അപ്പം എന്താണ്, ആ ഒരു തോതിലായിരുന്നു എല്ലാവരുടെ അറ്റൻഷൻ, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ആരായിരുന്നു, നമ്മുടെ ഈ ഒരു മതിലിടെ ആയിരുന്നു. ഷീ ഡാൻസ്ഡ് വിത്ത് പാഷൻ ആൻഡ് വോൺ ദ ഹേർട്സ് ഓഫ് ഓൾ ദ മെൻ വിത്ത് ഹെർ പ്രിറ്റി ലുക്സ് ആൻഡ് എലഗൻറ്റ് സ്മൈൽ. അപ്പോൾ എന്താണ്, അവൾ അവിടെ ആ ഒരു പാർട്ടിയിൽ വെച്ച് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരുടെയും അല്ലേ മനസ്സ് കവരാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് അവളുടെ ആ ഒരു പ്രിറ്റി ലുക്ക് അല്ലേ, നല്ല സുന്ദരിയായിരുന്നു അവളുടെ ആ ഒരു ലുക്ക് കാരണവും പിന്നെ എലഗൻറ്റ് സ്മൈൽ, നല്ലൊരു സ്മൈലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുടെ മനസ്സ് കവരാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവൾ എന്താണ്, അവിടെ ഹാപ്പിനെസ് അല്ലേ, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആൻഡ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മസംതൃപ്തി നേരിട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും അവളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവൾ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ കുറേ റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ നടുവിൽ ഇരുന്നിട്ട് ഒരു ഗ്രേറ്റ് ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു വിപുലമായിട്ടുള്ള വിരുന്ന് ഉണ്ടാവണമെന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നടന്നിരിക്കുകയാണ് ചെയ്യുന്നത്. വൈൽ മിസ്സസ് എന്നാണ് കേട്ടോ MM-E എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്സസ് ലോയിസൽ, ഫ്രഞ്ചിലാണ് MM-E. ലോയിസൽ ഡാൻസ്ഡ് ടിൽ 4 AM. ഓക്കെ, വൈൽ ഈ ഒരു നമ്മുടെ മതിൽഡ 4 AM വരെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഹർ ഹസ്ബൻഡ് വെൻറ്റ് ഓഫ് ടു സ്ലീപ്പ് അറ്റ് മിഡ് നൈറ്റ് ഇൻ എ ഡിസേർട്ടഡ് ലിറ്റിൽ ആൻഡർ റൂം. ആൻഡർ റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻമുറി അല്ലേ, മുന്നിലുള്ള ഒരു ചെറിയൊരു മുറിയുണ്ട്, അത് എന്നാണ് ആൻഡർ റൂം എന്ന് പറയുന്നത്. ആൻഡ് ഇവൾ 4 മണി വരെ വെളുപ്പിന് 4 മണി വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്താണ്, രാത്രി 12 മണിയാകുമ്പോഴേക്കും അവിടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ആൻഡർ റൂമിൽ പോയിട്ട് വിജനമായിട്ടുള്ള ഡെസേർട്ടഡ് എന്ന് വെച്ചാൽ ആരുമില്ലാത്ത ഒരു റൂമിൽ പോയിട്ടുണ്ട്. രാത്രി 12 മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. വെൻ ഷീ ഫൈനലി വാസ് റെഡി ടു ലീവ് ഹി പുട്ട് ഹെർ ക്ലോക്ക് അറൗണ്ട് ഹെർ ബെയർ ഷോൾഡേഴ്സ്. അപ്പോൾ എന്താണ്, അവസാനം 4 മണി കഴിഞ്ഞു, അവൾ ഓക്കെ പാർട്ടി നിർത്താനായി അല്ലെങ്കിൽ പാർട്ടി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ടൈമിൽ ഇവൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്നിട്ട് അവൾക്ക് എന്താണ്, അവളുടെ ഷോൾഡറിൽ, അതായത് ആ ഒരു ഗൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലീവ്ലെസ് ആയിരിക്കും, അപ്പം ബെയർ ഷോൾഡേഴ്സാണ്. ആ ഒരു ബെയർ ഷോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഷോൾഡർ ഇല്ലാത്ത അല്ലേ, ഇപ്പം ഡ്രസ്സിന് ഗൗൺസിന് ഷോൾഡർ ഉണ്ടാവില്ല, ആ ഒരു ഷോൾഡർ ഇല്ലാത്ത ഒരു ഗൗണായിരിക്കും അവൾ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ മേലങ്കി എന്നൊക്കെ പറയും. കൂടുതലായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ഫോറിനേഴ്സാണ് ആ ഒരു ഡ്രസ്സ്. നമ്മളിപ്പോൾ തണുപ്പ് പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മൾ ചില ഫിലിംസിലൊക്കെ കാണാം അല്ലേ, ഒരു ഓവർ കോട്ടാണ്, വലിയൊരു കോട്ടാണ് അത് വരുന്നത്. അപ്പം അത് അണിയിക്കുകയാണ് അവളെ ചെയ്യുന്നത്. ഹി അഡ്വൈസ്ഡ് ഹെർ ടു വെയിറ്റ് ഇൻസൈഡ്. അപ്പോൾ എന്താണ്, ഇത് അണിയിച്ചിട്ട് അവളോട് മതിൽഡേനോട് ഹസ്ബൻഡ് പറയാണ്, നീ അകത്ത് വെയിറ്റ് ചെയ്തോളൂന്ന്, എവേ ഫ്രം ദ കോൾഡ് നൈറ്റ് എയർന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയാൻ കാരണം, ആ ഒരു ടൈമിൽ എന്താണ്, നല്ല തണുപ്പുണ്ടാവും, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അവളോട് ആ ഒരു ക്ലോക്ക് ഇട്ടിട്ട്
അകത്ത് തന്നെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുള്ളത്. വൈൽ ഹി ഗോട്ട് എ ക്യാബ് അല്ലേ, അവനൊരു ക്യാബ് പിടിച്ച് എത്തുന്നവരെ നീ അവളോട് ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമായിരുന്നു. ബട്ട് മതിൽഡെ വാസ് അഷേംഡ് അറ്റ് ദ ഷാർപ്നെസ് ഓഫ് ഹെർ റാപ്പ് ആൻഡ് ഡിഡ് നോട്ട് വോണ്ട് എനി ഓഫ് ദ അതർ ലേഡീസ് ടു സീ ഹെർ. അപ്പം എന്താണ്, പക്ഷേ ഇവിടെ മതിൽഡെ എന്താണ്, ശരിക്കും അസ്വസ്ഥയായിരുന്നു, അഷേംഡ് അല്ലേ, ലജ്ജിക്കാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവൾക്ക് അണിയിച്ചിരിക്കുന്ന ആ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അവളെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്ന, റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊതിയുക അല്ലേ, അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോക്ക് അത്രയ്ക്കും ഒരു ജീർണിച്ച അവസ്ഥയിലുള്ള പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പഴകിയ പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും മറ്റുള്ള സ്ത്രീകൾ കാണുമെന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന്, സോ ഷീ ലെഫ്റ്റ് ദ പ്ലേസ്, ആ ഒരു സ്ഥലത്ത് നിന്ന് മാറാണ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി ആരോടെ, നമ്മുടെ ഈ ഒരു മിസ്റ്റർ ലോയിസലിൻ്റെ കൂടെ തന്നെ അവളും നടക്കുകയാണ് ചെയ്യുന്നത്. ദേ വോക്ക്ഡ് ഫോർ എ വൈൽ ബിഫോർ ഹെയിലിംഗ് എ ക്യാബ് അറ്റ് ദി ക്വാ ബൈ ദി സെയിം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ദേ വോക്ക്ഡ് ഫോർ എ വൈൽ ബിഫോർ ഹെയിലിംഗ് എ ക്യാബ് അറ്റ് ദി ക്വാ ബൈ സെയിം എന്ന് വെച്ചാൽ അവർ കുറച്ച് നേരം നടന്നു അല്ലേ. ദേ വോക്ക്ഡ് ഫോർ എ വൈൽ. പിന്നെന്താണ്, മെയിൻ നദിക്കരയിൽ നിന്ന് ഒരു ക്യാബ് പിടിച്ചു, സെയിം നദിക്കരയിൽ നിന്നിട്ട് ഒരു ക്യാബ് പിടിക്കുകയാണ് ചെയ്യുന്നത്. വൻ ദേ ഫൈനലി റിട്ടേൺ ഹോം, അവസാനം അവർ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പം ബോത്ത് ഓഫ് ദം വെർ ടയേർഡ്, രണ്ടുപേരും ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വൈൽ മതിൽഡേ വാസ് സാഡൻഡ് ദാറ്റ് ദ നൈറ്റ് ഹാഡ് എൻഡഡ്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ്, നമ്മുടെ മതിൽഡേക്ക് അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു രാത്രി കഴിഞ്ഞു പോയല്ലോ എന്ന്, ഇനി അത് ഉണ്ടാകത്തില്ലല്ലോ വിചാരിച്ചിട്ട്. ആൻഡ് മോൺഷർ ലോയിസൽ വാസ് തിങ്കിങ് ഓഫ് റെസ്റ്റിംഗ് ആസ് ഹി ഹാഡ് ടു ബി ബാക്ക് അറ്റ് ദ ഓഫീസ് അറ്റ് ടൈം. അപ്പം പക്ഷേ നമ്മുടെ മിസ്റ്റർ ലോയിസൽ എന്താണ് വിചാരിക്കുന്നത്, കാരണം ഇത്രയും നേരം വൈകി, ഇനിയിപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് തന്നെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ. അപ്പം അയാളും അത് വിചാരിച്ചിട്ടാണ് കൂടുതലായിട്ട് ക്ഷീണിതനായിട്ടുള്ളത്. ആൻഡ് ആസ് മിസ്സസ് ലോയിസൽ റിമൂവ്ഡ് ഹെർ റാപ്പ് ബിഫോർ ദ മിറർ. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു മതിൽഡേ, മിസ്സസ് ലോയിസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മതിൽഡേനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു മിസ്സസ് ലോയിസൽ കണ്ണടിക്ക് മുൻപിൽ നിന്നിട്ട് അവളുടെ ആ ഒരു റാപ്പ് അല്ലേ, അവളെ മൂടിയിരിക്കുന്ന ആ ഒരു ഇത് മേലെങ്കിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഷീ നോട്ടീസ്ഡ് ദി നെക്ലേസ് വാസ് ഗോൺ ആൻഡ് ലെറ്റ് ഔട്ട് എ ക്രൈ. അപ്പോഴും അവൾ ശ്രദ്ധിച്ച് നോക്കുമ്പോഴുണ്ട് അവളുടെ നെക്ലേസ് അവളുടെ കഴുത്തിലില്ല. അത് കണ്ട് ഉടനെ തന്നെ അവൾ നിലവിളിക്കാണ്. ലെറ്റ് ഔട്ട് എ ക്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിളിക്കുന്നത്. മോൺഷർ ലോയിസൽ ഹു വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ് റഷ്ഡ് ടു ഹിസ് വൈഫ്. അപ്പം ഈ ഒരു നിലവിളി ശബ്ദം കേട്ട ഉടനെ നമ്മുടെ ഈ ഒരു മോൺഷർ ലോയിസൽ, അതായത് മതിൽഡേൻ്റെ ഹസ്ബൻഡ്, ആള് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആള് ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു നിലവിളിൻ്റെ ശബ്ദം കേൾക്കുന്നത്. സോ അവന് ആ ഒരു ടൈം എൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ദേ ലുക്ക്ഡ് ഫോർ ദ നെക്ലേസ് അമംഗ് ദ ഫോൾഡ്സ് ഓഫ് ഹെർ സ്കേർട്ട്, ഓഫ് ഹെർ ക്ലോക്ക്, ഇൻ ഹെർ പോക്കറ്റ്സ്, എവരിവെയർ, ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. അപ്പോൾ എന്താണ്, അയാൾ അവിടെ ഭാര്യേൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ അവളുടെ സ്കേർട്ട് ഉണ്ടാവുമല്ലോ, അവൾ ധരിച്ചിരിക്കുന്ന പാവാട, അതിൻ്റെ മടക്കുകളിലൊക്കെ നോക്കിയാൽ അവിടെ എങ്ങാനും വീണ് കിടപ്പുണ്ടോയെന്നോ, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് അണിയിച്ചിരിക്കുന്ന ക്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ ഓവർകോട്ടിൻ്റെ ഉള്ളിൽ എങ്ങാണ്ടും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടോ, തങ്ങി നിൽക്കുന്നുണ്ടോ നെക്ലേസ് എന്ന് നോക്കി, അവിടെയും ഇല്ല. അവളുടെ പോക്കറ്റിൽ നോക്കി, എല്ലാ സ്ഥലത്തും അവർ നോക്കി, പക്ഷേ ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. അവിടെ ഒന്നും തിരഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മതിൽഡേ റിമെമ്പേർഡ് ഷീ ഹാഡ് ഇറ്റ് വൈൽ ഇൻ ദ മിനിസ്റ്റേഴ്സ് എൻട്രൻസ് ഹാള്. അപ്പോൾ അവൾ എന്തായാലും ഒന്ന് ചിന്തിച്ച് നോക്കിയില്ലേ, അപ്പോഴെന്താണ് ആ ഒരു മിനിസ്റ്റർ എൻട്രൻസ് ഹാളിൽ നിൽക്കുമ്പോൾ വരെ അവളുടെ അടുത്ത് അത് ഉണ്ടായിരുന്നെന്ന്. They thought she might have dropped it in the cab, but neither of them had taken down its number. അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് ആ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ, അവർ വിളിച്ചിരിക്കുന്ന ആ ഒരു ക്യാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി പോലെയല്ലേ, ആ ഒരു ടാക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത്. പക്ഷേ രണ്ടുപേരിൽ ആരും തന്നെ എന്താണ് ആ ഒരു ടാക്സിയുടെ നമ്പർ കാര്യങ്ങൾ എഴുതിയൊന്നും എടുത്തിട്ടില്ല എന്ന്. മോൺഷർ ലോയിസൽ ഡിസൈഡഡ് ടു ഗോ ഓവർ ദ ഹോൾ റൂട്ട് ദേ ഹാഡ് ടേക്കൺ ഓൺ ഫുട്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ മതിൽഡേൻ്റെ ഭർത്താവായിട്ടുള്ള മോൺഷർ ലോയിസൽ തീരുമാനിക്കുകയാണ് ഇതുവരെ നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തൂടെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്.
ടെറിഫൈഡ് മതിൽഡേ സാറ്റ് അറ്റ് ഹോം വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ മതിൽഡേ ആ ഒരു ടൈമിൽ ഇയാൾ അന്വേഷിക്കാൻ പോകുന്ന ടൈമിൽ എന്താണ് അയാൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വെയിറ്റ് ചെയ്ത് നിന്നു. Monsieur Loisel returned home much later in the morning. He had not found the necklace. He had lodged a report with the police and put an advertisement in the newspaper, but in vain. അപ്പോൾ എന്താണ് രാവിലെ നേരെ കുറേ കഴിഞ്ഞിട്ടായിരുന്നു മോൺഷർ റോയ്സൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും അയാളുടെ കയ്യിൽ ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നില്ല, അയാൾക്കത് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഹി ഹാഡ് ലോഡ്ജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ്ജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഒരു റിപ്പോർട്ട് പോലീസിൽ ഒരു കേസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്താണ് ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ മാല കാണാതായിട്ടുള്ള ഒരു പരസ്യം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്താണ് വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു, വെറുതെ ആയിരുന്നു, വ്യർത്ഥമായിരുന്നു. അതാണ് ബട്ട് ഇൻ വെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലോയിസൽ ഡിസൈഡ് ടു റീപ്ലേസ് ദ നെക്ലേസ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു മതിൽഡേൻ്റെ ഭർത്താവായിട്ടുള്ള ലോയിസൽ തീരുമാനിക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു നെക്ലേസ് തിരിച്ചു കൊടുക്കണം. എന്തായാലും അത് തന്നെ കൊടുക്കാൻ കഴിയില്ല, നമുക്ക് അതേപോലത്തെ മറ്റൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന്. ഹി ഇൻസ്ട്രക്റ്റഡ് മതിൽഡേ ടു റൈറ്റ് ടു മാഡം ഫ്രോസ്റ്റർ ആൻഡ് സേ ദാറ്റ് ഷീ ഹാഡ് ബ്രോക്കൺ ദ ക്ലാസ്പ് ഓഫ് ദ നെക്ലേസ് ആൻഡ് വുഡ് ഗെറ്റ് ഇറ്റ് മെൻഡഡ്. അപ്പോൾ എന്താണ് അവന് ഈ ഒരു മതിൽഡേൻ്റെ ഹസ്ബൻഡ് മതിൽഡേനോടായിട്ട് പറയാണ് നീ മാഡം ഫ്രോസ്റ്ററിനൊരു കത്ത് ഇപ്പം തന്നെ എഴുതാം, ആ ഒരു നെക്ലേസിൻ്റെ ക്ലാസ്പ് ക്ലാസ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പിടി അവിടെ ആ ഒരു ചെയിൻ്റെ ഇതുണ്ടാവുമല്ലോ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് നന്നാക്കി കഴിഞ്ഞാൽ മെൻഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാക്കുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അത് നന്നാക്കിയാൽ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേക്കാമെന്ന് പറയുന്നതാണ്. മെയിൻ ടൈം ദേ വെൻ ഫ്രം ഷോപ്പ് ടു ഷോപ്പ് ലുക്കിംഗ് ഫോർ എ നെക്ലേസ് ലൈക്ക് ദ വൺ ദാറ്റ് വാസ് ലോസ്റ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ് ഇവർ ചെയ്യുന്നത്? മെയിൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ നിന്നാണ് ദ വെൻ ഫ്രം ഷോപ്പ് ടു ഷോപ്പ് ലുക്കിംഗ് ഫോർ എ നെക്ലേസ് ലൈക്ക് ദ വൺ ദാറ്റ് വാസ് ലോസ്റ്റ്. അതേസമയം ഇവരെന്താക്കുന്നതാണ് ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ഒരു ഡയമണ്ട് നെക്ലേസിൻ്റെ അതേ മോഡിയിലുള്ള അതേപോലെയുള്ള മറ്റൊരു നെക്ലേസിന് വേണ്ടിയിട്ട് ഓരോ കടകളിലും കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ദേ ഫൗണ്ട് ഇൻ എ ഷോപ്പ് അറ്റ് ദ പാലൈസ് റോയൽ എ സ്ട്രിങ് ഓഫ് ഡയമണ്ട്സ് ദാറ്റ് സീംഡ് എക്സാക്ട്ലി ലൈക്ക് ദ ലോസ്റ്റ് നെക്ലേസ്. അപ്പോൾ എന്താണ് അവസാനം അവരൊരു ഷോപ്പിൽ പാലൈസ് റോയൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ എത്തിച്ചേരാണ്. അവിടെ ഇതേപോലെ തന്നെ ഇവൾ ധരിച്ചിരിക്കുന്ന ആ ഒരു ഡയമണ്ടിൻ്റെ ലുക്ക് ലൈക്ക് അതേ മോഡൽ ഡയമണ്ട് നെക്ലേസ് തന്നെ കാണുന്നുണ്ട്. മോൺഷർ ലോയിസൽ ഹാഡ് 18,000 francs ലെഫ്റ്റ് ടു ഹിം ബൈ ഹിസ് ഫാദർ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു മോൺഷർ ലോയിസലിന് 18,000 അല്ലേ 18,000 ഫ്രാൻസസ് ആണ് അയാളുടെ കയ്യിൽ അച്ഛൻ മുഖാന്തരം കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്വത്തായിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുറച്ച് ദേ ബോറോഡ് 18,000 francs ഫ്രം മണി ലെൻഡേഴ്സ് അറ്റ് വെരി ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ബോട്ട് ഇറ്റ് ഫോർ 36,000 francs. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? 18,000 രൂപ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അവളുടെ പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. കൂടാതെ എന്താണ് വലിയ പലിശക്ക് ഈ ഒരു മണി ലെൻഡേഴ്സിന് പലിശക്കാരുടെ അടുത്ത് നിന്നിട്ട് 18,000 രൂപ കൂടെ ഇയാൾ കടം വാങ്ങാണ്. ആൻഡ് ഓൾ ടോട്ടലായിട്ട് 36,000 francs വെച്ചിട്ട് നമ്മൾ ഈ ഒരു പുതിയ നെക്ലേസ് നമ്മുടെ ഈ ഒരു ലോയിസൽ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. They handed the jewel box to Mrs. Foster, who said irritably that it had taken Matilda quite long to get it back. അപ്പോൾ എന്താണ് അവസാനം ഈ ഒരു 36,000 ഫ്രാൻസിന് നമ്മുടെ ഈ ഒരു നെക്ലേസ് വാങ്ങിയിട്ട് അവസാനം നമ്മുടെ മിസ്സസ് ഫ്രോസ്റ്ററിന് കൊടുക്കുകയാണ് അല്ലേ, മാഡം ഫ്രോസ്റ്ററിന് നമ്മൾ ഈ ഒരു മതിലിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മാഡം ഫ്രോസ്റ്റർ ഇറിറ്റബിളി എന്ന് വെച്ചാൽ പ്രകോപിതയായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കുറേ ദിവസമായിട്ട് എനിക്ക് ഇപ്പോഴാണല്ലോ എൻ്റെ നെക്ലേസ് കൊണ്ടു തരുന്നതെന്ന് പറഞ്ഞിട്ട് മാഡം ഫ്രോസ്റ്റർ ശരിക്കും ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് മച്ച് ടു മതിൽഡേസ് റിലീഫ് ഷീ ഡിഡ് നോട്ട് ഓപ്പൺ ദ കേസ് ആൻഡ് ഇൻസ്പെക്ട് ഇറ്റ്. അപ്പം എന്താണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മാഡം ഫ്രോസ്റ്റർ അത് വാങ്ങിച്ച് കൊണ്ടുവച്ചെന്നല്ലാതെ കൂടുതലായിട്ട് അവരുടെ മുന്നിൽ നിന്ന് അത് തുറക്കാനോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നന്നായിരിക്കുന്നു ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രം ദാറ്റ് ടൈം ഓൺ ദി ലൈഫ് ഓഫ് ദ ലോയിസൽസ് ചേഞ്ച്ഡ്. ആ ഒരു നിമിഷം മുതൽ നമ്മുടെ ഈ ഒരു ലോയിസലിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ലെഡ് എ ഹംബിൾ ആൻഡ് പുവർ ലൈഫ് ഫോർ 10 years. അവിടെ നിന്നൊരു 10 വർഷക്കാലത്തേക്ക് അവരെന്താണ്
അവർ നയിച്ചുകൊണ്ട് ലെഡ് ഹംബിൾ ആൻഡ് പുവർ ലൈഫ് എന്ന് വെച്ചാൽ നയിച്ചുകൊണ്ടിരിക്കുക. ഏത് രീതിയിലുള്ള അത്രയ്ക്കും പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയായിരുന്നു ഒരു 10 വർഷക്കാലത്തേക്ക് അവർ പോയിക്കൊണ്ടിരുന്നത്. ദേ റെൻഡഡ് ആൻ ആറ്റിക് ആൻഡ് സെൻഡ് അവേ ദ മെയ്ഡ്. അപ്പോൾ എന്താണ്, അവരൊരു ഇനിയിപ്പം വീടൊക്കെ പണയപ്പെടുത്തിയിട്ടാണ് ആ ഒരു 18,000 രൂപ അയാൾ ഉണ്ടാക്കിയത്. ബാക്കി 18,000 ആരോട്, മണി ലെൻഡേഴ്സിനോട് വാങ്ങിയത്. ആ ഒരു ടൈമിൽ തന്നെ ഇവരെന്താണ്, അതിനുശേഷം ഒരു ആറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിൻപുറം ആണ്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മുകളിലെ ഭാഗം ഇവർ വാടകയ്ക്ക് എടുക്കുകയാണ്, അല്ലെങ്കിൽ റെൻറ്റിന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ മുൻപത്തെ ഹൗസിൽ എന്താണ്, ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു അല്ലേ, സഹായകം അല്ലെങ്കിൽ പാചകം ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനൊക്കെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. അവരെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മതിൽഡേ സ്പെൻഡ് ഓൾ ഹെർ ടൈം ഡൂയിങ് ദ ഹെവി ഹൗസ് വർക്ക്. അപ്പോൾ ഇപ്പോഴെന്താണ്, നമ്മുടെ മതിൽഡേ അവളുടെ ആ ഒരു വീട്ടിലുള്ള എല്ലാ ജോലിയും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അതും ഹെവി ആയിട്ടാണ്. ആൻഡ് വൈൽ മോൺഷർ ലോയ്സൽ വർക്ക്ഡ് 3 jobs ടു ഏൺ ദ മണി ടു റീപേ ദർ ലോൺ. അപ്പം ഇവിടെ നമ്മുടെ മതിലിൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആദ്യം ഒറ്റ ജോബായിരുന്നു, ഇപ്പം 2 അധിക ജോബ് കൂടി ഇയാൾ പെട്ടെന്ന് ഈ ഒരു ലോണ് കാര്യങ്ങൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ 10 years their loan was repaid. അപ്പം 10 വർഷത്തിന് ശേഷം എന്താണ്, അവരുടെ ആ ഒരു ലോണൊക്കെ ക്ലോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദ ഹാർഡ് ലൈഫ് ലെഫ്റ്റ് മാഡം ലോയ്സൽ ലുക്കിംഗ് ഓൾഡ് ആൻഡ് ഹാർഡ് ആൻഡ്. അപ്പം ഇത്രയും വലിയൊരു 10 വർഷക്കാലത്തെ അത്രയും ദുരിതപൂർവമായിട്ടുള്ള ആ ഒരു ജീവിതം നമ്മുടെ ഈ ഒരു മതിൽഡേൻ്റെ ആ ഒരു ബ്യൂട്ടി സൗന്ദര്യമൊക്കെ എടുത്തു കളയുക ചെയ്യുന്നത്. കാരണം ആ ഒരു മതിൽഡേ ഇപ്പം എന്താണ്, നോക്കുമ്പോൾ നല്ല വയസ്സായ പോലെ തോന്നിക്കുകയാണ്. One Sunday while she was out for a walk, Madilde spotted Madame Forster, who was still young, still beautiful, still charming. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം ഇങ്ങനെ നമ്മുടെ മതിൽഡെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പം അവിടെ മാഡം ഫ്രോസ്റ്റർ ഇരിക്കുന്നതായിട്ട് കണ്ടു. മാഡം ഫ്രോസ്റ്റർ ഇപ്പോഴും എങ്ങനെയാണ്, സുന്ദരിയാണ്, ചെറുപ്പക്കാരിയാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. സ്റ്റിൽ യങ്, സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റിൽ ചാർമിങ്. Feeling emotional, she approached her and greeted her. Madame Forster did not recognize her and was shocked when Mathilde identified herself. Madame Forster could not help but explain that she looked different. അപ്പോൾ എന്താണ്, ഫീലിംഗ് ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഇമോഷണലി അവളിപ്പം ഡാമേജ് ആയിട്ടുണ്ട് അല്ലേ മതിൽഡേ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാഡം ഫോസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മതിൽഡേ വിഷ് ചെയ്യാണ്, അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യാണ്, ഹലോ എന്നൊക്കെ വിളിച്ച് പറയാണ്. അപ്പം മാഡം ഫ്രോസ്റ്റിയറിന് ഫസ്റ്റ് ആളെ മനസ്സിലായതേ ഇല്ല, ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ഹെർ. പെട്ടെന്ന് മതിൽഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഇയാളുടെ ഓൾഡ് ഫ്രണ്ടായിരുന്നു, മാഡം ഫ്രോസ്റ്ററിൻ്റെ ഓൾഡ് ഫ്രണ്ടായിട്ടുള്ള മതിൽഡേ ആണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ശരിക്കും പണ്ടത്തെ മതിൽഡേയിൽ നിന്ന് ഇപ്പം നല്ല വ്യത്യാസമുണ്ട്, ലുക്കിംഗ് ഓൾഡ് അല്ലേ, ഓൾഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാഡം ഫ്രോസ്റ്റിയറിന് മനസ്സിലാവാതിരുന്നത്. A proud Mathilde told her that the change was on her account and explained to her the long saga of losing the necklace, replacing it and working for 10 years to repay the debts. അപ്പോൾ എന്താണ്, അവർ രണ്ടുപേരും പിന്നീട് ഇരുന്ന് സംസാരിക്കുന്ന ടൈമിലാണ് മതിൽഡെ നമ്മുടെ ഈ ഒരു മാഡം ഫ്രോസ്റ്റിയറിനോടായിട്ട് പറയുന്നത്, ആ ഒരു ടൈമിൽ എൻ്റെ ഒരു 10 വർഷക്കാലം മുൻപേ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസിനെ തുടർന്നാണ് ഈ വരുന്ന 10 വർഷത്തോളം ഞങ്ങൾ അത് കളഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള എല്ലാ ഇൻസിഡൻസും മാഡം ഫ്രോസ്റ്റിയറിനോടും അതിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഹർ സ്റ്റോറി, ഇവിടെയാണ് ഒരു സ്റ്റോറിയിൽ ട്വിസ്റ്റ് വരുന്നത്. അവർ സ്റ്റോറീൻ്റെ എൻഡിലായിട്ട് മാഡം ഫ്രോസ്റ്റിയർ നമ്മുടെ ഈ ഒരു മതിലുട്ടേനോട് പറയാണ്, Madam Forster clasped her hands and told Mathilde the original necklace was paste, worth at most only 5,000 francs. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 10 വർഷക്കാലത്തേക്ക് മതിൽഡെ ശരിക്കും അന്ന് അവളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയത് ശരിക്കും ഒരു ഡയമണ്ട് നെക്ലേസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെയുള്ള മറ്റൊരു റിയൽ ആയിട്ടുള്ള ഡയമണ്ട് നെക്ലേസ് നമ്മുടെ മാഡം ഫ്രോസ്റ്ററിന് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു.
ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ടാണ് ഒരു 10 വർഷത്തെ അവളുടെ ആ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ മാഡം ഫോസ്റ്റർ ക്ലാസ്പ്ഡ് ഹെർ ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൈക്കുള്ളിലാക്കിയിട്ട് കൈപ്പിടിയിലാക്കിയിട്ട് പറയാണ്, അവളോടായിട്ട് ക്ഷമാപണം ചോദിക്കുന്ന പോലെ പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെയാണ് സംഭവം. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, ഇവിടെ എന്താണ്, ആകെ 5000 ഫ്രാൻസിസ് മാത്രം വരുന്ന ഒരു ഡയമണ്ട് നെക്ലേസ് മാത്രമാണ്. മച്ച് മോർ പ്രൈസ് അതിനില്ല എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഇതാണ് ഇവിടെ സ്റ്റോറി വരുന്നത്. അപ്പം ഇതിൽ നിന്ന് വലിയൊരു ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. കാരണം നമ്മൾ എന്താണ്, നമ്മുടെ സൗന്ദര്യത്തിൽ ഒന്നും അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമ്മൾ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതാണ് ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇതിൽ ഗൈഡിയും ഓപ്പോസൻറ്റും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ വരുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഹു ഈസ് ദ പ്രോട്ടോഗോണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി? ആരാണ് നമ്മുടെ ഈ ഒരു കഥയിലെ പ്രോട്ടോഗോണിസ്റ്റ്? പ്രോട്ടോഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, കഥയിലെ മെയിൻ കഥാപാത്രമാണ് കേട്ടോ. ആരാണ്? നമ്മുടെ മതിൽഡ ആണ് അല്ലേ ഈ ഒരു ദ നെക്ലേസ് എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രം വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത്, വാട്ട് ഈസ് മതിൽഡേസ് മെയിൻ ഡിസയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി? അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു കഥയുടെ ആരംഭത്തിൽ തന്നെ മതിൽഡേ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള, ആഡംബരപൂർവമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും റിച്ച് ആയിട്ടുള്ള ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. മതിൽഡേസ് മെയിൻ ഡിസയർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ടു ലിവ് എ ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് വെൽത്ത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Do you think Madam Loisel was happy being married to her husband? Give a reason to substantiate your answer. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഒരു മാഡം ലൂയിസൽ ഹാപ്പി ആയിരുന്നോ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ലോയിസലിനെ, മിസ്റ്റർ ലോയിസലിനെ കല്യാണം കഴിച്ചതിൽ നിന്ന്? അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സാധൂകരിക്കുന്ന തോതിലുള്ള ആൻസറിനെ കുറിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ശരിക്കും അവളുടെ ഹസ്ബൻഡിനെ വിവാഹം ചെയ്തതിൽ ഹാപ്പി അല്ലായിരുന്നു അല്ലേ? ഷീ വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹെർ മാരേജ്. എന്തുകൊണ്ടായിരുന്നു? അല്ലെങ്കിൽ അത് കാണിക്കുന്നത് എന്താ പറയുന്നത്, കാരണം അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ലർക്കിനെയാണ്. ഷീ ഹാഡ് ലെറ്റ് ഹെർ സെൽഫ് be married to a little clerk of the Ministry of Public Instruction. കൂടാതെ വേറൊരു പോയിന്റും കൂടെ നമ്മുടെ കഥയിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഷീ വാസ് ആസ് അൺഹാപ്പി ആസ് ഇഫ് ഷീ ഹാഡ് ഫോളൺ ഫ്രം എ ഹയർ സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഡിഡ് മതിൽഡേസ് ഹസ്ബൻഡ് വർക്ക് ഫോർ? അപ്പോൾ എന്താണ്, മതിൽഡയുടെ ഭർത്താവ് ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്തതെന്നാണ്, അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്യുന്നതാണ്. അപ്പം എന്താണ്, ഈ ഒരു കഥയുടെ ബിഗിനിങ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതിൽഡേസ് ഹസ്ബൻഡ് വർക്ക് ഫോർ ദി മിനിസ്ട്രി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ അല്ലേ? മിനിസ്ട്രി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മതിൽഡേ? ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. താഴെ തന്നിരിക്കുന്ന ഫോളോയിങ് തന്നിരിക്കുന്ന വേർഡിൽ നിന്ന് മതിൽഡയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു റീസണും കൂടെ കുറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ നോക്കാം നമുക്ക്. എ, ഇമാജിനേറ്റീവ് എന്നാണ്. ഭാവനാസമ്പന്നം ആണോ മതിൽഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഭാവനാസമ്പന്നയാണോ? രണ്ടാമത് വരുന്നത് ഡിസാറ്റിസ്ഫൈഡ്. ഡിസാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അസംതൃപ്തയായിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന്. പിന്നെ വരുന്നത് സി, ഷോർട്ട് ടെമ്പേർഡ്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത്. ഡി എന്ന് വെച്ചാൽ കോണ്ടന്റ്. കോണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തി അറിയുന്ന ആൾക്കാരെയാണ് നമ്മൾ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത്
വാട്ട് വൺ ഹാസ് നോട്ട് നീഡിങ് മോർ ഓർ ബെറ്റർ അല്ലേ, നമുക്കില്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് ആകുലതപ്പെടാത്ത ആൾക്കാരെ നമ്മൾ ആണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മതിൽഡയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ എന്താണ്, അല്ലെങ്കിൽ അവളുടെ സവിശേഷത എന്താണ്? മതിൽഡ ഈസ് ഡിസ്സാറ്റിസ്ഫൈഡ് അല്ലേ, ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് ഡിസ്സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ കാരണം മതിൽഡെ അവളുടെ ഈ ഒരു ലൈഫിൽ അത്ര എൻജോയ് ചെയ്യുന്ന ആളല്ല, അവൾക്ക് ഒരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവൾ ഡ്രീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസംതൃപ്തയാണ് അവൾ. അതിൻ്റെ ആൻസർ അതാണ് എഴുതേണ്ടത്. That is, she does not like his being content with the simplicity of their life as he does when he appreciates simple food like the soup. അല്ലേ, ഇപ്പോൾ സിമ്പിൾ ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാനോ അതിനൊന്നും താല്പര്യപ്പെടാത്ത ഒരാളാണ്, വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് മതിൽഡ. എന്നിട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ വാസ് മതിൽഡേസ് ഹസ്ബൻഡ് ഡിഫറെൻറ്റ് ഫ്രം ഹർ? അപ്പോൾ എങ്ങനെയാണ് മതിൽഡയിൽ നിന്ന് അവളുടെ ഹസ്ബൻഡ് വ്യത്യസ്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മതിൽഡേനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ഹാപ്പിയാണ്, കോണ്ടന്റ് വിത്ത് ഹിസ് ഹംബിൾ ലൈഫ് അല്ലേ. അയാളുടെ ആ ഒരു ഹംബിൾ ലൈഫിൽ അയാൾ വളരെ സന്തോഷവാനാണ്. അയാൾ ചെറിയ എന്ത് കാര്യങ്ങളാണ്, സിമ്പിൾ തിങ്സ് പോലും അയാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മതിൽഡയിൽ നിന്ന് അയാൾ വ്യത്യസ്തനായിരിക്കുന്നത്. വാട്ട് അഡ്വൈസ് വുഡ് യു ലൈക്ക് ടു ഗിവ് മതിൽഡ? വൈ? അപ്പോൾ എന്ത് അഡ്വൈസാണ് നിങ്ങൾ മതിൽഡേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട്? ഇത് ഇൻഡിവിജ്വൽ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളുടെ വ്യൂ പോയിന്റ്സിൽ എഴുതാം. എന്തൊക്കെ എഴുതാം അതിൽ? അതായത് ജീവിതത്തിൽ അത്യാഗ്രഹം പാടില്ല, സിമ്പിൾ കോണ്ടന്റഡ് ആയിട്ടുള്ള ലൈഫ് കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ആൻസർ കൊടുക്കാം. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ വാസ് മതിൽഡേസ് ഫ്രണ്ട്? വൈ ഡിഡ് മതിൽഡ നോട്ട് ലൈക്ക് ടു വിസിറ്റ് ഹെർ എനി ലോങ്ങർ? അപ്പോൾ ആരായിരുന്നു മതിൽഡയുടെ ഫ്രണ്ട്? അപ്പം ഇവിടെ മതിൽഡയുടെ ഫ്രണ്ടായിട്ട് നമ്മൾ ഈ ഒരു സമ്മർ പറയുമ്പോഴേ അല്ലെങ്കിൽ കഥ പറയുമ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് മാഡം ഫ്രോസ്റ്റിയർ ആണ് മതിൽഡയുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. അവർ ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരുന്നു. ദേ ഹാഡ് സ്റ്റഡീഡ് ടുഗെദർ അല്ലേ. എന്തുകൊണ്ടാണ് അവിടെ പോകാനും അവളുടെ വീട്ടിലേക്ക് പോകാനും മതിൽഡ ഇഷ്ടപ്പെടാതിരുന്നത്? കാരണം അവളുടെ ആ ഒരു ചെറിയ സറൗണ്ടിങ്സിൽ നിന്ന്, മതിൽഡയുടെ ചെറിയ സറൗണ്ടിങ്സിൽ നിന്ന് അവിടെ ആ ഒരു ഫ്രണ്ടിൻ്റെ വലിയൊരു ജീവിത രീതിയിലേക്ക് പോകുമ്പോഴേക്കും അവൾക്ക് എന്തൊരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും വരുന്നത് അല്ലേ. അവളുടെ ഫ്രണ്ട് റിച്ച് ആണ്, ഇവള് പുവർ ആണെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ് അവൾക്ക് നേരിടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് വിസിറ്റ് ചെയ്യാൻ അവൾ ആഗ്രഹിക്കാതിരുന്നത് മതിൽഡയെ. ആൻഡ് ഹൗ ഡിഡ് മതിൽഡ റിയാക്ട് അറ്റ് ദി ഇൻവിറ്റേഷൻ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എവിടുന്നാണ് വരുന്നത്? അതായത് നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷനിൽ നിന്ന് നമ്മുടെ മതിൽഡയുടെ ഹസ്ബൻഡിന് ഒരു ഇൻവിറ്റേഷൻ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുകയാണ്. ആ ഒരു ടൈമിൽ ഇൻവിറ്റേഷൻ കിട്ടിയത് അറിഞ്ഞ് നിൽക്കുന്ന മതിൽഡയുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു മതിൽഡയുടെ പ്രതികരണം വരുന്നത്? അവൾ ശരിക്കും അപ്സെറ്റ് ആയിരുന്നു അല്ലേ. ബിക്കോസ് അവൾക്ക് ഇടാനുള്ള ആ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഇടാനുള്ള ഒരു ക്ലോത്തോ ജ്വല്ലറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ അപ്സെറ്റ് ആയിരുന്നു. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. ആൻഡ് 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മതിൽഡേസ് ഹസ്ബൻഡ് ഗേവ് ഹർ 10th ക്വസ്റ്റ്യൻ വരുന്നത് മതിൽഡേസ് ഹസ്ബൻഡ് റിയാക്ട് ടു ഹർ റിക്വസ്റ്റ് ഫോർ എ ന്യൂ ഡ്രസ്സ്. ഹൗ ഡിഡ് മതിൽഡേസ് ഹസ്ബൻഡ് റിയാക്ട് ടു ഹർ റിക്വസ്റ്റ് ഫോർ എ ന്യൂ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ? അതായത് മതിൽഡയുടെ ഹസ്ബൻഡ് അവൾക്ക് ക്ലോത്ത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ. ഒരു 400 ഫ്രാൻസസ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മോൺഷർ ലോയിസൽ ഗിവ് മതിൽഡ ദ മണി ഹി ഹാഡ് സേവ്ഡ് ഫോർ ഹിംസെൽഫ്? അപ്പോൾ മോൺഷർ ലോയിസൽ എന്തുകൊണ്ടാണ് മതിൽഡയ്ക്ക് അയാൾ കരുതി വെച്ചിരിക്കുന്ന പണം കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ്? ശരിക്കും ഒരു ഹസ്ബൻഡിനും വൈഫിനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ. ദാറ്റ് ഈസ് ഹി ലവ്സ്
സോ മച്ച്. കാരണം അയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഫ്റ്റർ ഷീ ഗോട്ട് ഹെർ ഡ്രസ് വാട്ട് അതർ ഒബ്ജെക്ഷൻ ഡിഡ് മദൽഡേ ഹാവ് ഫോർ ഗോയിങ് ടു ദ പാർട്ടി. 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് കിട്ടിയത് അല്ലെങ്കിൽ ഗൗൺ കിട്ടിയതിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്ന മദൽഡയുടെ മറ്റൊരു എതിർപ്പ് എന്തായിരുന്നു എന്നാണ് പാർട്ടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് മറ്റൊരു എതിർപ്പ് ഉണ്ടായിട്ടുള്ളത്? ദാറ്റ് ഈസ് അവൾക്ക് ഇടാനുള്ള ജ്വല്ലറി ഉണ്ടായിരുന്നില്ല അവളുടെ കൈവശം എന്നാണ്. ഷീ ഡിഡ് നോട്ട് ഹാവ് എനി ജ്വല്ലറി ടു വിയർ വിത്ത് ഹെർ ഗൗൺ. അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ആൻഡ് 13ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ഡിഡ് മാഡം ഫ്രോസ്റ്റർ സോൾവ് വിത്ത് ദിസ് പ്രോബ്ലം. എങ്ങനെയാണ് മാഡം ഫ്രോസ്റ്റർ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് മാഡം ഫ്രോസ്റ്റർ പറഞ്ഞു, മദൽഡേനോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ജ്വൽസ് ഉണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാമെന്നല്ലേ. വോട്ട് എവർ ഷീ നീഡ് ജസ്റ്റ് ടേക്ക് ഔട്ട് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് പീസ് ഓഫ് ജ്വല്ലറി ഡിഡ് മദൽഡേ ചൂസ്. അപ്പം ഏത് ജ്വല്ലറിയാണ് അതിൽ നിന്നൊക്കെ മദൽഡേ ചൂസ് ചെയ്തിട്ടുണ്ടായത്? ഏതാണ്? ദ ഡയമണ്ട് നെക്ലേസ്. അപ്പം അതിൻ്റെ ആൻസർ എന്തായാലും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയുണ്ടാവും, കാരണം നമ്മുടെ ഹെഡിങ് അല്ലെങ്കിൽ ചാപ്റ്റർ തന്നെ വരുന്നത് നെക്ലേസ് ആണല്ലേ. അപ്പം ഈ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് മദൽഡേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവസാന ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ വൈ വാസ് മദൽഡേ ഇൻ എ ഹറി ടു ലീവ് ദ പാർട്ടി. എന്തുകൊണ്ടാണ് മദൽഡേ പെട്ടെന്ന് തന്നെ ആ ഒരു പാർട്ടി ലീവ് ചെയ്യാൻ ധൃതിപ്പെട്ടത്? ഇതെന്താണ്, ഇവർ പാർട്ടി അറ്റൻഡ് ചെയ്തു, അതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അതായത് ഷീ അഗ്രീഡ് വിത്തൗട്ട് ഹെസിറ്റേഷൻ ആൻഡ് ഓഫേർഡ് ടു ഹർ അല്ലേ. ദറ്റ് ഈസ് വൈ വാസ് മദൽഡേ ഇൻ എ ഹറി ടു ലീവ് ദി പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് അവളുടെ ആ ഒരു ക്ലോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ. അത് ഒരു ബാക്കിയുള്ള ലേഡീസിൻ്റെ ആ ഒരു അറ്റൻഷന് സീക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ആൻഡ് വേർ ഡിഡ് ദ ലോയിസൽ ഗെറ്റ് ദി ക്യാബ്. അപ്പം നമ്മുടെ ലോയിസലിന് എവിടെ നിന്നിട്ടാണ് ക്യാബ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എവിടെ നിന്നിട്ടാണ്? നമ്മുടെ സൈനി നദിക്കരയിൽ നിന്നാണ് അല്ലേ. ഓൺ ദ കോ ബൈ ദി സൈനി, അവിടെ നിന്നിട്ടാണ് ക്യാബ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് വരുന്നത് ഹൗ വെർ ദ ഫീലിങ്സ് ഓഫ് മോൺഷർ ലോയിസൽ ആൻഡ് മദൽഡേ ഡിഫറെൻറ്റ് ആസ് ദേ റീച്ച്ഡ് ഹോം. അപ്പം എന്താണ്, മദൽഡേയുടെയും അവളുടെ ഹസ്ബൻഡിൻ്റെയും ഫീലിങ്സ് എങ്ങനെയായിരുന്നു ഈ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്തതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ? എന്താണ്, ശരിക്കും നമ്മുടെ രണ്ടുപേരും ഇവിടെ ടയേർഡായിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു ഹസ്ബൻഡിനെ തോന്നിയത് എന്താണ്, നാളെ 10 മണിക്ക് തന്നെ എനിക്ക് ഓഫീസിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി. പക്ഷേ ഈ ഒരു മദൽഡേ ആണെങ്കിൽ എന്താണ് തോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു രാത്രി പെട്ടെന്ന് തന്നെ അവസാനിച്ച് കഴിഞ്ഞല്ലോ, ഇനിയുള്ളൊരു രാത്രി കൂടി എനിക്ക് കൂടാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു രാത്രി ഉണ്ടാവോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു മദൽഡേക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഇത്രയുള്ള നമ്മുടെ കഥ വരുന്നത്. നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പം എന്തായിട്ടും നിങ്ങൾക്ക് ഷുവറായിട്ട് ഈ ഒരു കഥ എന്താണെന്ന് മനസ്സിലാവും. എനിവേ ഞാൻ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.